ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു മാമൻ മരിച്ചിരുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു മുന്നത്തെ വീഡിയോയിൽ, കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആ മാമൻ്റെ ചടങ്ങുകളൊക്കെ തീരുന്ന ദിവസം കേട്ടോ. അപ്പോൾ ഞാനും അമ്മച്ചിയും ഇച്ചൂട്ടനോടെ കൂടി പോവുക കേട്ടോ. ഇവിടെ നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ ദൂരമേ ഉള്ളൂ, മുക്കാൽ മണിക്കൂറില്ല, ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പം ഞങ്ങൾ 3 പേരുടെ കൂടിയാണ് പോണത്. ആശാൻ ഞങ്ങൾ റെഡിയായി പോകണിട്ട് ഇന്നും അങ്കൻവാടി പോയില്ല കേട്ടോ. ഞങ്ങൾ മുക്കാലും അങ്കൻവാടി പോക്ക് വേണ്ടാന്ന് വെച്ചിട്ടാട്ടോ ഈ പോകുന്നത്. പിന്നെ ഞാൻ എവിടെ പോയാലും ഇച്ചൂട്ടനെ കൊണ്ടാണ് പോവാറ്. അപ്പോൾ ഇച്ചൂട്ടനില്ലാതെ പോക്കും എനിക്കൊരു വിഷമമായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലും പോകുമ്പം എനിക്ക് ഇച്ചൂട്ടൻ ഉള്ളത് എനിക്കൊരു കംഫർട്ടാണ്. പിന്നെ എനിക്ക് അമ്മച്ചിയും എൻ്റെ അനിയത്തിയുണ്ട്. ഇവർ രണ്ടുപേരുമാണ് എനിക്ക് എൻ്റെ കൂടെ എവിടെയെങ്കിലും വരുമ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളവർ കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇച്ചൂട്ടന് വിശക്കുവാന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. ഇതാ വീടിൻ്റെ മതിലിലുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ എന്തോ പച്ചച്ചെടി കയറ്റി വെച്ചേക്കണേ. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സൂപ്പറായിരുന്നു. ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമോ? ഇത് ആവണക്കാണ്. ആവണക്ക് കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ഇല്ലെങ്കിൽ ഇത് ആവണക്കിൻ്റെ നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നതാട്ടോ. അതിങ്ങനെ കായായിട്ട് വരും. പച്ചയാണ് കായ്. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ പൊട്ടി കഴിയുമ്പോഴാണ് കേട്ടോ മറ്റേ 3 സംഭവം പോലെ വരുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ കായ് ഇരിക്കണേ. അത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ റബ്ബർ കായൊക്കെ പോലെ, റബ്ബർ കായ വെച്ചാൽ റബ്ബർ കായുടെ ചോട്ട അതുപോലെ ഇരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേക്കും സർപ്രൈസിങ് ആയിട്ട് ഏട്ടൻ തുണിയെല്ലാം അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതിലും വലിയ സന്തോഷം